മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഈ അടുത്ത കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഹുസൈൻ ഒബാമ വിടവാങ്ങൽ പ്രസംഗം നടത്തിയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെപ്പോലെ സാധാരണക്കാരനായിട്ട് നിങ്ങളുടെ കൂടെ ജീവിക്കുന്നുണ്ടാവും എന്ന്. അദ്ദേഹം ഇലാബറേറ്റായിട്ട് കുറേ കാര്യങ്ങൾ വികാര തീവ്രമായിട്ട് പറയുകയുണ്ടായി. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പാശ്ചാത്യ ജീവിത ശൈലി ജീവിതത്തിൽ പകർത്തിയ ഒരു വ്യക്തി സാധാരണ പറയാറില്ലാത്ത കാര്യവും കൂടി അദ്ദേഹം പറഞ്ഞു. ഈ ലോകത്തിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും മനുഷ്യന്റെ മനസ്സാണ് മാറേണ്ടത് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതും ഞാൻ പറയാറുള്ളതും. ലോകത്തിൽ 114 സംസ്കാരങ്ങൾ ഉണ്ടെന്ന് ശ്രീ ശ്രീ രവിശങ്കർ ഗുരുജി എന്ന് എല്ലാവരും വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ നിന്ന് കേട്ട് മനസ്സിലാക്കുകയുണ്ടായി. ഈ 114 സംസ്കാരങ്ങളാണ് ഉള്ളതെങ്കിൽ ഇതിൽ 112 മണ്ണടിഞ്ഞിട്ടുണ്ട്. ഒരു സംസ്കാരം ഏതാണ്ട് ഭൂമുഖത്ത് നിന്ന് വൈപ്ഡ് ഔട്ട് ആവുന്ന അവസ്ഥ, ചൈനീസ് സംസ്കാരം. അത് ഭൂമുഖത്ത് നിന്ന് പോയില്ല, ഇപ്പൊ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ തിരിച്ചു വരുന്നുണ്ട് ചൈനീസ് സംസ്കാരം. ഭൂമുഖത്ത് നിന്ന് 950 വർഷത്തിൽ 650 വർഷം വിദേശ മുസ്ലിങ്ങളുടെയും 250-300 വർഷത്തോളം വിദേശ ക്രിസ്ത്യാനികളുടെയും ക്രൂരമായ ഭരണത്തിന്റെ കീഴിൽ തകർത്ത് തരിപ്പണമാകേണ്ട ഭാരതീയ സംസ്കാരം നശിച്ചു പോകാതെ ഇന്ന് നിലനിൽക്കാൻ കാരണം നമ്മുടെ സംസ്കാരം മൈൻഡ് ഓറിയന്റഡ് ആയിരുന്നു, ബോഡി ഓറിയന്റഡ് അല്ല. ചൈനീസ് സംസ്കാരം ഭാരതത്തിന്റെ ഓഫ്ഷൂട്ടാണ്. ശ്രീ ബുദ്ധന്റെ സംസ്കാരം അത് മൈൻഡ് ഓറിയന്റഡ് ആണ്, ബോഡി ഓറിയന്റഡ് അല്ല. ഇന്റേണലി ഓറിയന്റഡ് ആണ്, എക്സ്റ്റേണലി ഓറിയന്റഡ് അല്ല. അപ്പൊ അതുകൊണ്ട് മനസ്സിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ ഒത്തിരി കാലം അതിൻ്റെ എഫക്റ്റ് നിലനിൽക്കും. അപ്പോ ബറാക് ഹുസൈൻ ഒബാമ എന്ന ഫസ്റ്റ് ബ്ലാക്ക് മാൻ ഇൻ വൈറ്റ് ഹൗസ്, അമേരിക്കയിലെ ഏത് വൈറ്റ് ഹൗസ് ആണോ കറുത്ത വർഗക്കാരുടെ വിയർപ്പ് കൊണ്ട് ഉണ്ടാക്കിയത്, ആ കറുത്ത വർഗക്കാരന്റെ വിയർപ്പ് കൊണ്ട് ഉണ്ടാക്കിയ വൈറ്റ് ഹൗസിൽ എന്തെങ്കിലും താമസിക്കുമെന്ന് ആഫ്രിക്കയിൽ നിന്ന് അടിമകളായിട്ട് അമേരിക്കയിലേക്ക് കൊണ്ടുപോയ കറുത്ത വർഗക്കാർക്ക് ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ കെനിയയിൽ ജനിച്ച് പാചകക്കാരനായി ജീവിച്ച ഒരു കെനിയൻ കുക്കിന്റെ മകന്റെ മകനാണ് ഈ ഒബാമ. അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റായി 8 വർഷം ഭരിച്ചു. ലോകത്തിന് ഒത്തിരി നന്മകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. തിന്മകൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ. ഏതായാലും വി ക്യാൻ എന്നാണ് അദ്ദേഹം അധികാരം ഏറ്റെടുത്തപ്പോൾ പറഞ്ഞത്. നമുക്ക് സാധിക്കും എന്നാ പറഞ്ഞത്. ഇപ്പൊ അദ്ദേഹം വി ഡിഡ്, നമ്മൾ ചെയ്തു എന്നാ പറയാ. ശരിക്കും പറഞ്ഞാൽ ഒസാമ ബിൻ ലാദനെ വൈപ്പ് ഔട്ട് ചെയ്തു, തീവ്രവാദികളെ കുറേയൊക്കെ ഉന്മൂലനം ചെയ്തു, കുറെ അധികം രാഷ്ട്രങ്ങളുമായിട്ടുള്ള ചർച്ചകൾ, മതിൽക്കെട്ടുകൾ മാറ്റി അദ്ദേഹം ചെയ്തു. റഷ്യയും ചൈനയും ക്യൂബയുമെല്ലാമായിട്ട് വളരെ നല്ല ബന്ധം, ഒരിക്കലും ഉണ്ടാകാതിരുന്ന ബന്ധം സ്ഥാപിച്ചു. ഭാരതത്തോട് ഏറ്റവും നല്ല ഒരു പാർട്ട്ണറുടെ രീതിയിലുള്ള ബന്ധം അദ്ദേഹം നിലനിർത്തി. എല്ലാ തരത്തിലും സാധാരണക്കാരനായി ജനിച്ച മനുഷ്യന് അമേരിക്ക പോലെ സമ്പന്നമായ ഒരു രാഷ്ട്രത്തില് സാധാരണക്കാരെ പോലെ തന്നെ ജീവിക്കാനും ദീപാവലി പോലെയുള്ള ആഘോഷങ്ങളിൽ ഗംഭീരമായിട്ട് ഇൻവോൾവ് ചെയ്യാനും വൈറ്റ് ഹൗസിലെ വേദ പ്രാർത്ഥന എല്ലാ വർഷവും ദീപാവലി ദിവസം നടത്താനും
അമേരിക്കൻ പാർലമെന്റ് സമ്മേളനം ഡോക്ടർ സെഡ് എന്ന വ്യക്തിയിലൂടെ വേദപ്രാർത്ഥനയിലൂടെ അമേരിക്കൻ പാർലമെന്റ് സമ്മേളനം ആരംഭിക്കാനും സ്വന്തം കയ്യിലുള്ള കീ ചെയിനിൽ ഹനുമാന്റെ ചെറിയൊരു ബിംബം വയ്ക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. ശരിക്ക് ഇദ്ദേഹത്തിൻ്റെ അമ്മ ഒരു മുസ്ലിം പരമ്പരയിൽപ്പെട്ടതാണ്. ഇദ്ദേഹം ഒരു ക്രിസ്ത്യനാണ്. ബാറാഖ് ഹുസൈൻ എന്ന മുസ്ലിം പേരാണ്. ഇദ്ദേഹത്തിൻ്റെ രക്തത്തിൻ്റെ ഒരംശം മുസ്ലിമിൻ്റെതാണെന്ന് തോന്നുന്നു. പിന്നെ ബൈ ബർത്ത് ഒരു ക്രിസ്ത്യനാണ്. ബൈ ആക്ഷൻ ഹിന്ദു ധർമ്മത്തെ സ്വീകരിക്കാനും ഈ വേദത്തോടുള്ള ബഹുമാനവും ആദരവും നിലനിർത്താനും ഭാരതത്തിൽ വന്ന് മഹാത്മാഗാന്ധിയാണ് എൻ്റെ ഐഡിയൽ മോഡല് എന്ന് ലോകത്തിൻ്റെ മുമ്പിൽ അറിയിക്കാനും ഇന്ത്യൻ പാർലമെന്റിൽ വന്ന് സംസാരിക്കാനും ഇന്ത്യൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയെ തൻ്റെ ഏറ്റവും അധികം ആത്മസുഹൃത്തായിട്ട് കാണാനും ഒരുമിച്ച് രണ്ട് കസേരയിലിരുന്ന് ആജീവനാന്ത ആജന്മ സുഹൃത്തുക്കളെ പോലെ ചായയും കാപ്പിയുമെല്ലാം കുടിക്കാനും എല്ലാ പ്രോട്ടോക്കോളുകളും ലംഘിച്ചുകൊണ്ട് സുഹൃത്ത് ബന്ധം ദൃഢമാക്കാനും ഒക്കെ സാധിച്ച ബാറാഖ് ഹുസൈൻ ഒബാമ എന്ന വ്യക്തി യഥാർത്ഥത്തിൽ പരിശുദ്ധനായ വ്യക്തി. ഒരു വിധത്തിലുള്ള അലിഗേഷനും അദ്ദേഹത്തിനെതിരെ 8 വർഷമായിട്ട് ഉണ്ടായിട്ടില്ലെന്നാണ് തോന്നുന്നത്. എന്നാൽ ശക്തമായിട്ട് നടപടിയെടുക്കേണ്ട സ്ഥലത്തൊക്കെ ശക്തമായിട്ട് എടുക്കുകയും എവിടെയെല്ലാമാണോ നന്മകൾ വാരി വിതറേണ്ടത് അവിടെയൊക്കെ വാരി വിതറുകയും ചെയ്ത ആ മനുഷ്യൻ്റെ വരി മനസ്സിൽ മാറ്റം ഉണ്ടാവണം. മനസ്സിൽ മാറ്റം ഉണ്ടായാലേ ചിന്തകളിൽ മാറ്റം ഉണ്ടാവുള്ളൂ. മനസ്സിലും ചിന്തകളിലും മാറ്റം ഉണ്ടായാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ മാറ്റം ഉണ്ടാവും, കർമ്മത്തിൽ മാറ്റം ഉണ്ടാവും. പിന്നെ അതിലൂടെ കർമ്മബലവും കർമ്മത്തിൻ്റെ പ്രതിഫലവും ഓട്ടോമാറ്റിക്കലി മാറിക്കോളും. ഇപ്പം മൈൻഡ്, തോട്ട്സ്, ആക്ഷൻ, ഇത് മൂന്നും നമുക്ക് മാറ്റാൻ സാധിക്കണമെങ്കിൽ ആദ്യത്തെ മൈൻഡ് മാറണം. ആ മൈൻഡ് മാറണമെന്ന് ലോകത്തോട് ഉപദേശിച്ച ആ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഭാരതീയമായൊരു സന്ദേശമുണ്ട്. അസതോമ സദ്ഗമയ, തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള പ്രയാണം, പ്രത്യേകിച്ച് മനസ്സ്. അതുപോലെ തന്നെ തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള പ്രയാണം, പ്രത്യേകിച്ച് മനസ്സ്. മൃത്യോർമ അമൃതം ഗമയ, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്കുള്ള പ്രയാണം, അത് മനസ്സിൻ്റെ തന്നെയാണ്. നമ്മളുടെ ഈ മനസ്സ് മാറട്ടെ. തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും പരിമിതികളും എല്ലാവർക്കും ഉണ്ടാകും. അതുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമ്പോഴാണ് അത് യഥാർത്ഥ മാറ്റമാവുന്നത്. ആ മാറ്റം കുറെ കൂടി ദൈർഘ്യമേറിയതാകണമെങ്കിൽ മെന്റൽ, സൈക്കോളജിക്കൽ ആൻഡ് ഇന്റേണൽ മാറ്റമായിരിക്കണം. ആ ഇന്റേണൽ മാറ്റത്തിന് ഈ വലിയ സന്ദേശം ധന്യമായി പ്രയോജനപ്പെടട്ടെ. നമുക്കും അത് ജീവിതത്തിൽ പകർത്താം. ഏത് വലിയവൻ ഏത് ചെറിയവൻ പറഞ്ഞാലും നന്മ നിറഞ്ഞതാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ സാധിക്കും. എത്ര സാധിച്ചോ അത്രയും പ്രയോഗിക്കുക. പ്രണാമം, നമസ്കാരം.